ടെന്നീസ് കളിക്കണ്ടോ? ഷട്ടിൽ കളിക്കണ്ടോ? ചായ ഇവിടെ ഉണ്ടായിരുന്ന ചായ ഞാൻ ചൂടാക്കി കുടിച്ചതാണ്. ഹോർലിക്സ് ഉണ്ട്, വേണോ? അതിൽ മാമന്റെ കടയിലുണ്ട്. എന്ത്? അപ്പോഴേ ഇന്നലത്തെ നമ്മുടെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ പുറത്തേക്ക് ആദ്യമായിട്ട് പോകും കൊണ്ട് ഇങ്ങനെ പുറം സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ ആദ്യമായിട്ട് പോകും. വഴിയൊന്നും അറിയത്തില്ല. എന്താ അവൻ്റെ അറിയത്തില്ല, ഞാൻ പറയില്ല. അപ്പം ഇന്ന് നമ്മളില്ലേ സത്യം പറയാ കുറേ ദൂരം യാത്ര ചെയ്തതും കൊണ്ട് വൈകുന്നേരം എനിക്ക് പകുതി വഴി എത്തിയപ്പോഴേക്കും മൈഗ്രെയിനാണ്ട് ഇളകിയിട്ട് സർദി ഒക്കെ പാടെ തിരിച്ചു വരുന്ന പോയി അവിടെ നിൽക്കണ വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു വരുമ്പോൾ അതും കൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് മൈഗ്രെയിനും ഇളകി അവിടെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചല്ലേ ബിരുക്കം കാണാൻ പറ്റില്ല അല്ലേട്ടാ, എനിക്കും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേനെ. പിന്നെ കുറച്ച് ഛർദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുഷാറായിട്ടോ. ഇവിടെ വന്ന് പാരസെറ്റാമോളും കഴിച്ച് സുഖമായി അങ്ങോട്ട് കടന്നുറങ്ങി. ഇന്ന് മുളക് വറുത്ത പുളി ഉച്ചക്കില്ലേ മുട്ട വറക്കുകയും ചെയ്ത്. ഈ സമയത്ത് യോഗ സെന്ററിന്റെ വീഡിയോ എടുക്കുന്നില്ല ആരും. ഈ സമയത്ത് നിങ്ങളുടെ നാട്ടിൽ കൂർക്ക കിട്ടലുണ്ടോ? നമ്മുടെ അവിടെ കൂർക്ക കിട്ടിയിട്ടോ. കൂർക്കയാണ് കുറച്ചേ ഉള്ളൂ. ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമല്ല, കൂർക്കയുടെ സീസൺ അല്ലല്ലോ അതാ. അപ്പോൾ അതാ കൂർക്കയുടെ കൂടെ തികയില്ല. അപ്പം അതിനില്ലേ ഉരുളക്കിഴങ്ങ് വാങ്ങിയതാണ് കേട്ടോ. അത് നമ്മുടെ ചെറിയ ജ്യൂസർ നാൾ നമ്മൾ വാങ്ങിയില്ലേ, ആ ജ്യൂസർ ചീറ്റിപ്പോയി. അതാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 2-3 ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തികയല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാവരും കുട്ടികളൊന്നും സ്കൂളിൽ പോയില്ലേ. ആദ്യമായിട്ടല്ലേ ഇത്ര ദൂരം നമ്മൾ പോണത്. കോഴിക്കോടൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രെയിനല്ലേ പോണ്. അമ്മൂട്ടിക്കില്ല, മറ്റവർ 2 പേര്. അച്ചൂനില്ല. അച്ചൂനും കിച്ചൂനൊക്കെ ഉണ്ടായിരുന്നു, ആരും പോയില്ല. നീച്ച തന്നെ ഞങ്ങളില്ല. ഇന്നലെ വന്ന് ഞങ്ങൾ കടന്നത് 1 മണിയൊക്കെ ആയിക്കണേ. അപ്പോൾ പിന്നെ രാവിലെ നീച്ചക്കണ 8 മണിക്ക്. അമ്മ പോയിട്ടോ. ഇത്ര ദിവസം പരമസുഖമായിരുന്നു, പരമസുഖം. ഇനി ആ പരമസുഖം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും ദിവസം അമ്മ നിന്നതന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മ 6 ദിവസം നിൽക്കണത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന് ഇന്ന് തിങ്കളാഴ്ചയിലേ പോണ് 6 ദിവസം നിൽക്കണത്. നമ്മുടെ കയറി താമസത്തിനും കൂടി അമ്മല്ലേ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ പാലുകാച്ചലിന് വന്ന് പിറ്റത്തെ ദിവസം തന്നെ പോയി. അന്ന് പാലുകാച്ചലിൻ്റെ അന്ന് തന്നെ പോയിട്ടോ. അങ്ങനെയാണ് അമ്മയുടെ കാര്യം. ഇനി എന്താ മരുന്ന് കഴിക്കല്ലേ, ഇനി വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണത്. ഓണത്തിന് വരുവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. ആയോ? ചിലവർ അതിൽ ചട്നിയൊക്കെ അരയ്ക്കുന്നതാണ്. അത് കപ്പാസിറ്റി നോക്കണം. അതാ ചുക്കുവെള്ളം. ഇന്ന് വൈകുന്നേരത്ത് നമ്മളില്ലേ കുട്ടികൾക്ക് ഇത് ഞാൻ കളയാനാ തന്നതേ അക്കു. ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ എന്താണെന്നറിയോ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്? ചെറുപയർ കഞ്ഞി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രം, നമുക്ക് വലിയവർക്കല്ല. അപ്പോൾ കൂട്ടാനായിട്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഇവിടെ. അതുകൊണ്ടൊരു ഇതങ്ങനെ ഇതേപോലെ. പക്ഷെ തണുപ്പ് പിടിച്ചില്ലേ? തണുപ്പ് പിടിച്ചോ? കുളിക്കണ്ട, മഴ പെയ്തനി കുളിക്കണ്ട കേട്ടാ. എന്താ കുഞ്ഞുണ്ണിയേ? ഓട്ടോമാറ്റിക്കലായിട്ട് തലക്കോട് നമ്മളിതാട്ടോ നമ്മുടെ ചുക്കുവെള്ളം നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട്. അച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ ഏട്ടാ? അച്ചുവിൻ്റെ കൊട്ടത്തേങ്ങയാണ് വന്നിട്ട് ഒന്നും കൂടി പൊളിക്കണം. അത്രേ വേണം. എന്താ ഒരു സൗണ്ട് വ്യത്യാസം? അടിപൊളി.
കേടാ ഏയ് കേടന്നല്ലേ സൂര്യ ചെറിയിക്കോ. ഏട്ടൻ ചെരവടം ഏയ് ഞാൻ ചെലവൊന്നുമില്ല, ഞാൻ ചെലവാൻ പാടില്ല. സൂര്യക്ക് അത് വിഷമാ. ഞാൻ നീ വരുന്നതിന്റെ മുമ്പേ ചെരവി തരുമോ ചോദിച്ചതാണ്. തേങ്ങ അരവി തരുമോ ഏട്ടാ? ഞാൻ തേങ്ങ കേടാണ് വിചാരിച്ചു. കേടാ? ഏയ് കേടന്നല്ല. അയ്യോ എങ്ങനെയാണ് തേങ്ങ പൊട്ടി? ഇന്ത്യയുടെ മാപ്പ് മതി. അയ്യോ കേടാ? ആ ഇതാ മഞ്ഞപ്പൊടി. എങ്ങനെ പറയേ, എന്താ പറയാ, തേങ്ങ പൊളിക്കുന്ന സമയത്ത്, തേങ്ങ പൊളിക്കുന്ന സമയത്തില്ലേ, തേങ്ങ അങ്ങോട്ടോ അങ്ങോട്ടോ ചെരിഞ്ഞ് പോയി കഴിഞ്ഞ ചപ്പ പറയേ പൂച്ചക്കുട്ടിയ ഇവിടെ നല്ല ചന്തലയാണ്. നമുക്ക് പൂച്ച വേണ്ട മുട്ടി. എന്താണെന്നറിയോ, നമ്മുടെ ചാത്തപ്പൻ്റെ ഒരു ഫോട്ടോ കേട്ടോ നമ്മുടെ ലൈവില് നമ്മുടെ ചാത്തപ്പൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ അത് നോക്കിയപ്പോൾ ഉണ്ട് ചാത്തപ്പൻ്റെ ഫോട്ടോ. ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ലൈവിലോ? ലൈവിലേ നമ്മുടെ വീഡിയോയുടെ ലൈവിലേ നമ്മളെല്ലാവരും പാടെ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോഴേ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് മൂപ്പരാള്. കാണിക്കണ്ട. ഇതാണ്ടോ, കണ്ടോ 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 ഈ ഫോട്ടോ അല്ലേ ഇത്? നമുക്ക് ഇതാണ്ടോ നോക്കട്ടെ. വേണ്ട അത് ഈ ഏട്ടല്ലേ ഈ ഒരു പപ്പടം വാങ്ങി തരൂ കേട്ടോ. ഈ പപ്പടം ഇത് ഇനി 2 ദിവസമായില്ലേ? ഇനി 2 ദിവസമായിട്ട് എങ്ങനെ കൊടുക്കുന്നത്? 2 ദിവസമായില്ലേ കൊണ്ടുവന്നിട്ട്? ആ പപ്പടല്ലേ എണ്ണ കുടിക്കന്നെ കേട്ടോ. അതിൽ എണ്ണ കമ്മിയാവേ ചെയ്യില്ല, എണ്ണ കൂടി കൂടി വരികയേ ചെയ്യുള്ളൂ. നല്ല സുഖമായിരുന്നല്ലേ? കുറച്ച് ദിവസം നല്ല സുഖമായിരുന്നല്ലേ? പിന്നെ ഇപ്പൊ എന്താ എന്താ വേഗം ചെലവ്, വേഗം ചെലവ്. നാളെയാണ് അവൻ കത്തിച്ച് ഞാൻ കടയിൽ പോയാ ഞാൻ അന്ന് കടയിൽ പോയിട്ടോ. ഞാൻ കടയിൽ പോയപ്പോ വാങ്ങിയതാണ്. എന്താ അല്ലെങ്കിൽ ഇത് വാങ്ങില്ല. വേണ്ടേ? ഒന്ന് മതിയോ? പിന്നെ ഇത് 2 ദിവസത്തേക്ക് വെക്കണം. അത് മതി. ഞാൻ 5 എടുത്തിട്ടുള്ളതാണ്ടോ. പത്തെണ്ണമ്മു അച്ഛ ചേച്ചിക്ക് 5 എണ്ണം. മഴ പെയ്യുമ്പല്ലേ മുറുക്ക് വേണ്ടാത്ത കുട്ടിയോളോ. എന്നാ സുഖം എനിക്ക് മാത്രമായിട്ട് കുറയ്ക്കണേ. കേക്ക് ഇന്ന് നമ്മുടെ അമ്മൂന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. നമ്മളെ അമ്മൂന്റെ പിറന്നാളിനൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മൂന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് നമ്മൾ കേക്ക് വാങ്ങാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇന്ന് കേക്ക് വാങ്ങണം കേട്ടോ. അമ്മല്ലേ പോകുമ്പോ കേക്ക് വാങ്ങി കൊടുക്കിട്ടോന്ന് പറഞ്ഞിട്ട് പോയത്. അമ്മ പൊന്നുവിനെ ചന്തം നോക്കിക്കണ്ട, എല്ലാരും കണ്ടോളി. ഇനി കണ്ടില്ല എന്ന് പറയുന്നത്. പൊന്നിന് ബ്യൂട്ടി പാർലർ കൊണ്ടുവന്ന പോലാണ്. അച്ചേച്ചി ഏട്ടാ, അച്ചേച്ചി ഈ ജാതി പണി കൊപ്പിക്കണ്ടോ? വീണ് കളിയാണ്. ഓ കളിയാണ്. ആര്? പിന്നെ അവളിപ്പോ പഠിച്ചിട്ടാണ്. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യില്ലേ നിന്നെ? ഞാൻ പഠിച്ചിട്ടാ ബ്യൂട്ടീഷ്യൻ ചെയ്ത രീതിക്ക് അവണക്ക് പഠിക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ കാര്യം മതിച്ച് പഠിക്കൊന്നും വേണ്ട. കൂപ്പ ചന്തൊക്കെ കളഞ്ഞു ചേച്ചിട്ടുണ്ട് അല്ലേ? എന്ത് മേക്കപ്പാ ചെയ്തു.
പഠിക്കട്ടെ അല്ലേ? ചേച്ചി കൊണ്ട് പഠിക്കട്ടെ എന്തായാലും. ഓ ഓ തടക്കുണ്ടോ? ഇല്ലേ? എവിടെ അവിടെ ഉണ്ടോ? ഉണ്ടോ അവിടെ ഉണ്ടോ? വീഴടാ. നമ്മുടെ ചട്ടി വാങ്ങിട്ടോ, കാരണം നല്ല ചൂടാവുന്നത്. ചൂടായി കഴിഞ്ഞാൽ നാളെയാണ് അപ്പോഴേ നമ്മള് മിഞ്ഞാന്നല്ല ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, സുകന്യതാ ഇവിടെ ഒരാളുണ്ട് കണ്ടോന്ന് പറഞ്ഞിട്ട്. ഞാൻ മിഡിയും ടോപ്പ് ഇട്ട വീഡിയോ അതിൽ കുറേ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. കുറേ പേര് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ നെറ്റിയിലും ചുരിദാറിലും സാരിയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ ഒരു വേഷം അവർ ആദ്യമായിട്ടല്ലേ ഏട്ടാ കാണുന്നത്. അപ്പം നമ്മളത് ഒരു ആ മുഖം മാത്രം അവിടെ നിൽക്കണ മാത്രമേ കാണിച്ചുള്ളൂ. അത് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ അതില്ലേ, നമ്മുടെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം നമ്മുടെ വീഡിയോ 1 മില്യൺ ആയ ദിവസമാണ് കേട്ടാ. 1 മില്യൺ. അതിൽ കുറേ പേര് പറഞ്ഞിരുന്നു എന്തൊക്കെ വേഷം കെട്ടലുകൾ കാണണം അങ്ങനെ. പിന്നെന്താ എനിക്ക് അതിൽ രസകരമായി തോന്നിയൊരു കമൻറ്റ് എന്താണെന്നറിയോ, പെണ്ണിൻ്റെ ആട്ടത്തിനൊക്കെ നിൽക്കണ പോങ്ങന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സത്യം പറയാ സന്തോഷം തോന്നി. എൻ്റെ അമ്മയൊക്കെ മുണ്ടും ജാക്കറ്റുമാണ് ഉടുത്തിരുന്നത്. ഇവിടുത്തെ പഴയ വീഡിയോയിൽ കണ്ട നിങ്ങൾക്കറിയാം, ഏട്ടൻ്റെ അമ്മയും മുണ്ടും ജാക്കറ്റുമാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടാ. ഏട്ടൻ്റെ അച്ഛന് ഷർട്ട് ഇടാത്ത വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നു. പിന്നെ നമ്മൾ ഈ വയറ് കാണും, അമ്മ അത് ഉടുക്കണ്ട ഇപ്പം എല്ലാവരും നെയ്റ്റി ആവട്ടെ പറഞ്ഞിട്ടും ഇവിടെയുള്ള അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും നെയ്റ്റിക്ക് മാറാൻ ഭയങ്കര സമയം എടുത്തേക്കണം കേട്ടോ. എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്, അതായത് ഞങ്ങളൊക്കെ കളിയാക്കും. സത്യം എന്താ 9 പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ അത്? അത് വേറൊന്നും കൊണ്ടല്ല, നൈറ്റിയിൽ കണ്ട് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. പെട്ടെന്ന് കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ടാവും. അതിനിപ്പോ അങ്ങനെ കാണേണ്ട കാര്യമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്ക് ഓരോന്ന് പറയും. മുടി കെട്ടി വെച്ച കുറേ കൂട്ടുകാർ പറഞ്ഞു, മുടി കെട്ടി വെച്ച നമ്മളെന്ത് വിചാരിച്ചെന്നറിയാം, നമ്മൾ ആ പോണ ആ തിരക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ, അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് തിരിയണ ഒരു വീഡിയോ മാത്രം. അതൊരു 25 മിനിറ്റോ ഒക്കെ എത്ര 25 സെക്കൻഡ് അല്ലേ, മിനിറ്റ് അല്ല സെക്കൻഡ്. ചിലർക്ക് ഒരു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ കരുതിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 100 കൊല്ലം ജീവിക്കുന്നില്ല ഒരു മനുഷ്യൻ. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട തുണി എടുക്കുക, ഇഷ്ടപ്പെട്ട രീതിക്ക് ജീവിക്കുക, ഇതൊക്കെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. പിന്നെ ഏറ്റവും വലിയ ജീവിക്കുന്ന ദിവസം ജീവിക്കുക എന്നല്ല. അന്നിപ്പോ നമുക്ക് ഇന്നത് ചെയ്യുക അങ്ങനെ പറഞ്ഞ് പിടിവാശി പിടിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്താ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ആദ്യമൊക്കെ ചുരിദാർ ഇടുന്ന സമയത്ത് ഷാളൊക്കെ ഇട്ട് പുതച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ അനിയേട്ടൻ പറയും കുറച്ച് ലൂസ് ഇട്ടിട്ട് ഈ ഉടുപ്പ് പോലത്തെ ചുരിദാർ ഇട്ട് നോക്കുക, അത് നല്ല വൃത്തിയായിട്ട് കിടക്കും. ഏട്ടൻ തന്നെയാണ് പറയുന്നത് ഓരോ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഓരോ രീതികൾ. ഇപ്പോൾ അനിയൻ സുകന്യയുടെ അടുത്ത് ജീൻസിൻ്റെ പാൻറ്റും ഷർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നമ്മൾ ഇപ്പോൾ AI-ലൊക്കെ ഇങ്ങനെ ഫോട്ടോസുകൾ മാറ്റി കൊടുക്കുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ പറയണ്ടേ അത് എടുത്തൂടെ, അത് നല്ലതല്ലേ, ഈ ചുരിദാർ ഇതൊക്കെ ഇട്ടിട്ട് പോണേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഞാൻ എന്താ പറയുന്നതെന്നറിയോ, നിങ്ങൾക്ക് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ഏറ്റവും കാണാൻ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും നമ്മുടെ നാടൻ വേഷങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളതും. അതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടണം അങ്ങനത്തെ സാരി. നമ്മളിതാ അരപ്പൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ അവിടേക്ക് വന്നപ്പോഴേക്ക് മഴയായി, തണുപ്പായി. നമുക്ക് ഇനിയും പോണ്ടേ സുകന്യ? പോണ്ടേട്ടാ? പിന്നെ പോണ്ടേ? ഇനി അവിടേക്കല്ല, ഇനി വേറെ സ്ഥലത്തേക്ക് പോകണം.
കൊണ്ടയാ മതി. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വൈബുള്ള വേറെ സ്ഥലമുണ്ട്. എവിടെ? അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇവിടെ ഒന്നുമില്ല, കുറേ പോകാണ്ട്. ഈ കറിയില്ലേ, ഈ കറി ഏട്ടനും അനിയനും ഒക്കെ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. കൂർക്ക ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ ആഹാ അന്തസ്. പപ്പടം ഉണ്ട് കേട്ടോ, പപ്പടം കാച്ചാ വിചാരിച്ചു. ഉപ്പേരി ഇല്ലല്ലോ, ഉപ്പേരിയില്ല. രാത്രി അലമാറയിൽ സ്ഥലമുണ്ട് സൂര്യ. എന്തിനാ സാരി വാങ്ങിയെടുത്തേക്ക്? അത് സുകന്യല്ലേ, ജീൻസിന്റെ പാന്റും വെള്ള ഷർട്ടൊക്കെ ഇട്ടുള്ളൊരു ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാന്. എന്ത് ചന്താന്നറിയോ? അങ്ങനെ സുകന്യ ഇനി എവിടേക്കാ പോവാ? പാന്റ് ഷർട്ട് കിട്ടും. നമുക്ക് അടുത്ത ട്രിപ്പിൽ അങ്ങനെ കണ്ട 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 സുകന്യ അങ്ങനെയാണ് അടുത്ത ട്രിപ്പിലുള്ള നന്നായിട്ടില്ലേ ഇത് ഈ ഫോട്ടോ? അല്ലേ സുകന്യ? എന്നിട്ട് സുകന്യയുടെ അടുത്തില്ലേ, സുകന്യയുടെ അടുത്ത് സുകന്യ അതിട്ട് നോക്ക്, അങ്ങനത്തെ പാൻറ് ഇട്ട് നോക്കുന്ന്. അപ്പോൾ നന്നായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഫോട്ടോ അല്ലേ. സുകന്യ ഓണത്തിന് നമ്മൾ സുകന്യനെ നമ്മൾ മാറ്റും. സുകന്യ ഓണക്കോടി പാൻറ് ഷർട്ട്, ഓണക്കോടി ഏട്ടന്റെ വക കുറച്ചതാ മീറ്റ് മസാലയും കൂടി ഇതില്ലേ ചപ്പാത്തിക്കും സുകന്യൊക്കെ ഇടും. എന്താ സതിയേട്ടന് ഇഷ്ടമാണ് പറഞ്ഞാൽ നിനക്ക് ഇടുന്നതിനെന്താ? വീട്ടിൽ തന്നെ പോകണം ഇട്ടിട്ട്. ഓ അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അവളുടെ അമ്മയ്ക്ക് മോഡൽ ഡ്രസ്സുകൾ പെൺകുട്ടികൾ ഇടുന്ന ഇഷ്ടമാണ് അല്ലടി? ഇഷ്ടല്ല. വണ്ടിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. വീട്ടിൽ എൻ്റെ അമ്മ പിന്നെ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, അമ്മ പണിയെടുക്കുന്നിടത്തൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേട്ടാ ഓരോ ഡ്രസ്സിലേ. അമ്മ അതറിയാം, അവിടെയും ഇവിടെയും കാണിക്കാണ്ട് മറച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി പറയും. നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി പറയും. എൻ്റെ അനിയേട്ടനെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അനിയേട്ടന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കറുപ്പ് കളറുള്ള, ഇപ്പോഴും തന്നെ അനിയേട്ടന് കറുപ്പ് കളറുള്ള ഷർട്ടുകളൊന്നും ഇഷ്ടമല്ല. എനിക്കാണ് പറഞ്ഞ വെച്ചാലോ ഈ ആണുങ്ങൾ കറുപ്പ് കളർ ഷർട്ടും അതുപോലെ വെള്ളമുണ്ടിൽ കറുപ്പ് കരള്ള മുണ്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അനിയേട്ടൻ പറയും ഈ കളർ എനിക്ക് ചേരില്ല. പക്ഷേ അനിയേട്ടൻ ഇരുനിറത്തിലാണ്. പക്ഷെ അനിയേട്ടൻ എങ്ങനെയാണെന്ന് അറിയില്ല, ചില ഒരു സമയത്ത് ഒരു തോന്നലാണ് എനിക്കത് ചേരില്ല എന്നുള്ളത്. പക്ഷെ എത്ര ആൾക്കാർ അങ്ങനെ കറുപ്പ് കളർ ഷർട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ എടുക്കാൻ പോകുമ്പോൾ അല്ലേ നല്ല രസമല്ലേ? പിന്നെന്താ ഏട്ടാ, ഇത് ഇരുനിറത്തിലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളില്ലേ ആ കളർ നിങ്ങൾക്ക് നന്നായിരിക്കും. അതാ വെള്ളം കൂട്ടാൻ തിളച്ചിട്ടാ നമ്മളിത് അരി കഴുകി വെച്ചാണ് ഇതിൽ ഒക്കെപ്പാടെ ഒന്നിച്ച് വെക്കട്ടെ. ഞാൻ ഇതിലില്ലേ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചിരവിയിടുക, കടുക് താളിച്ചിട്ട് അങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ. ഇന്ന് കുട്ടികൾക്കൊക്കെ വയറ് നിറയും. ഭയങ്കര ഇഷ്ടമാണ് ഇത്. കുറേ ദിവസമായി അമ്മ ചെറുപയർക്കഞ്ഞി. ഇനി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയോ, ഈ ചെറുപയർക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒരു പപ്പടമോ ചമ്മന്തിയോ ചൂടോടെ ചെയ്യുമ്പോൾ വയറ് നിറച്ച് കഴിക്കും. ആണല്ലേ പെണ്ണ്? ഇതാ നമ്മുടെ കൂർക്കയും ഉരുളക്കിഴങ്ങും പാടെ കറിയായിട്ടോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളിയാണേ. ചപ്പാത്തിയല്ല അടുപ്പ് അരിയൊക്കെ ചപ്പാത്തിക്കല്ല. അമ്മൂൻ്റെ പിറന്നാളിൽ നമ്മൾ ഒന്നും വാങ്ങിയില്ലല്ലോ. ഇനി ഇതിലില്ലേ ചെറിയുള്ളി നമ്മൾ മൂപ്പിച്ചിടും കേട്ടോ. അതാ കണ്ട ചെറിയുള്ളി മൂപ്പിച്ചിടും. കഞ്ഞി അടുപ്പത്ത് വെച്ച് കൊടുത്ത് കഞ്ഞി ഇതിൽ തേങ്ങയല്ലേ ചിരവിയിട്ട് കഴിഞ്ഞു വെച്ചാൽ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കില്ലേ അച്ചാറും ചെറുപയർ കഞ്ഞിയും പപ്പടം കേട്ടോ. ഈ കറി ഏട്ടനെ കഞ്ഞി കുടിക്കാത്തവർക്കാണ് കേട്ടോ. അത് മുളക് വറുത്ത പുളിയുണ്ട്. നാളെ രാവിലേക്ക് നമ്മളില്ലേ
കറി വെച്ചേക്കാണ് കേട്ടോ. രാവിലെ നേരത്തെ അനിയൻ പോകുമ്പോൾ ചോറങ്ങോട്ട് കൊണ്ടുപോകാലോ. ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കിയാൽ പോരെ വിചാരിച്ച. അച്ചാറും ഉണ്ട്. എന്താണ് സുകന്യെ, നിനക്കിനി എവിടേക്കാ പോവാൻ ആഗ്രഹം? എനിക്ക് അവിടേക്ക് പോകാനില്ല. അപ്പൊ ഏട്ടാ ഇനി പോകുമ്പോ സുകന്യ ഇല്ലാന്ന് എന്നാ പറയുന്നത്. അവൾക്ക് എവിടേക്കും പോകാൻ ആഗ്രഹമില്ലാത്ത എവിടേക്കും പോവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെന്നൈക്കോ? അവിടെ എന്താ? ആദ്യം നമ്മുടെ നാട്ടിലത്തേക്ക് കണ്ടിട്ട് വേണം സുഖം പുറത്തേക്ക് പോകാൻ. നമ്മൾ അത് കൂടെ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കാണുന്നുണ്ട്. ആ കൂടെ പോയിട്ടുണ്ടോ? നീ പോയി പഠിക്കു കുഞ്ഞു പോ. കൗതുകം വരുന്നതല്ല, കൗതുകം തോന്നുന്നതല്ല, കൗതുക കാഴ്ചകൾ കുറെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ. നമുക്ക് എല്ലാ എന്താ നമ്മള് നാളെ പറഞ്ഞപ്പോ പാലക്കാടാണ് ഏറ്റവും ഭംഗി പറഞ്ഞപ്പോ അല്ല, എല്ലാ നാടുകളും ഭംഗിയാണ്. നമ്മളെല്ലാ നാടുകളും കണ്ടിട്ടില്ല കേട്ടോ. അവരവരുടെ സത്യമാണ്. ഞാൻ പിന്നെ ചിന്തിച്ച് വിചാരിച്ചു, നമ്മൾ ജനിച്ചു വളർന്ന നാട് ഏതൊരു മനുഷ്യനും അതൊരു ഭംഗിയല്ലേ. എല്ലാ നാടും ഭംഗിയാണ്. എനിക്ക് എന്താ ഏറ്റവും കൂടുതലല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തെരഞ്ഞു വന്നിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാണ് കേട്ടോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബാംഗങ്ങള്. ഇപ്പോൾ മിഞ്ഞാന്ന് വന്നു പറഞ്ഞില്ലേ, അതിന്റെ മുമ്പേ ഈ കഴിഞ്ഞ ആഴ്ച 3 ഫാമിലി വന്നത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട്ടുകാരാണ് 3 പേരും വന്നത് കോഴിക്കോട്ട് നിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പേര് ഫോട്ടോ എടുക്കാൻ കോഴിക്കോട്ടുകാർക്ക് പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും. അല്ല എല്ലാവർക്കും പറഞ്ഞാൽ ഞാനിപ്പോ നമുക്ക് നേരിട്ട് പരിചയമില്ലല്ലേ, നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ അവരായിട്ടില്ല. അപ്പൊ അത് നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് അത്ര ഇല്ലാന്ന് പറയാൻ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. പക്ഷെ നമ്മളെ എല്ലാവരും വിളിക്കും ഇതാവും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിക്ക് അധികം വന്നിരിക്കുന്നത് നമ്മുടെ കറി ആയിട്ടോ. കറി വാങ്ങി വെച്ചു. നമ്മളിതാ കഞ്ഞിക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നില്ലേ കുട്ടികൾക്കൊക്കെ കഞ്ഞി, വലിയവർക്കൊക്കെ ചോറ്. എങ്ങനെ ഉണ്ടാവും അനിയേട്ടാ? കഞ്ഞിയാണ് കുടിച്ചാൽ മതില്ലേ? വേണ്ടവർക്ക് വേണം കഞ്ഞൂടി ഇടയ്ക്ക് കഞ്ഞി കുടിക്കാൻ നല്ല അസുഖം. പക്ഷെ അത് കുട്ടികൾക്കാണല്ലോ കൂടുതൽ ഇഷ്ടം. നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. അല്ല, കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി, ചോറ് വേണ്ടവർക്ക് ചോറ്. അല്ല, കുട്ടികൾക്ക് കഞ്ഞി ഇഷ്ടമല്ലേ. കുട്ടികൾ എപ്പോഴും പറയും അമ്മ ചെറുപയർ കഞ്ഞി ഇഷ്ടമാണെന്ന്. അപ്പോൾ വീട്ടിലത്തെ അമ്മ പറയുക ഇത് വൈകുന്നേരം ആകുമ്പോൾ അധികം കഞ്ഞിവെള്ളം ഇല്ലാണ്ട് എന്താ കുറച്ച് അമ്മ പറയണേ എന്താ കുറച്ച് നല്ല ചൂടിലേ കുട്ടികൾക്ക് കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കേ കഞ്ഞിവെള്ളം അധികം ഇല്ലാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അവർക്കത് ഇഷ്ടമായിട്ട് അവരത് കഴിക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ ചില സമയത്തില്ലേ ചോറ് കൊത്തി പെറുക്കണ പോലെ കഴിച്ചിട്ട് അങ്ങനെ ഇടും. ഇപ്പോൾ അമ്മയുള്ള സമയത്തൊന്നും ഭക്ഷണം കഴിക്കുകയാണ് പറഞ്ഞാൽ വെച്ചാൽ അവർ വയറ് നിറച്ച് കഴിക്കും. ഒന്നും കളയുകയൊന്നും ചെയ്യാറുന്നില്ല കേട്ടോ. അമ്മ അപ്പം പറയും കളയാൻ പാടില്ല മക്കളെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ പറയാനൊക്കെ തോന്നും. ചില സമയത്ത് നമുക്കില്ലേ നമ്മുടെ മൂഡ് ശരിയല്ല പറഞ്ഞാൽ 2 ചാട്ടം ചാടുമ്പല്ലേ കുട്ടികൾ ആ ചോറ് നിങ്ങൾ തന്നെ തിന്നോളിയും പറഞ്ഞിട്ട് അവിടെ ഇട്ട് വെക്കണ പോലെയാണ് കേട്ടോ. സുകന്യക്കല്ലേ ചാടി കളിക്കും. ഞാൻ പിന്നെ മുത്തേ പൊന്നേ തൊള്ള വിളിട്ട് കഴിഞ്ഞ് പിന്നെ മക്കൾ കഴിക്കുമോ? അവരൊക്കെ അവർ വയറ്റിൽ നിൽക്കുക എന്തെങ്കിലുമൊക്കെ സോപ്പ്. ശരിക്കും അവരുടെ ഒന്നും ക്ഷമല്ലേ, അമ്മമാരുടെ ഒന്നും ക്ഷമ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് കിട്ടുകയേ ചെയ്യില്ല അല്ലേട്ടാ. സത്യം അതൊക്കെ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എത്ര വീട് കുലിക്കണ അച്ഛന്മാരായിരിക്കും, പക്ഷെ പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പൂച്ച ഒതുങ്ങണ പോലെ അവർ പിന്നെ ഒതുങ്ങി പിന്നെ അവരുടെ ലോകം ആ പേരക്കുട്ടികളായിട്ട് ഇങ്ങനെ പോട്ടോ. അത് ഞാൻ വീട്ടിലത്തെ അച്ഛനൊക്കെ എങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ ഭയങ്കര അച്ചടിയായിരുന്നു. പക്ഷെ പേരക്കുട്ടികൾ വന്നപ്പോൾ അച്ഛൻ പിന്നെ ഒരു കുഴപ്പമില്ല. ഏട്ടൻ്റെ കുട്ടികൾ മടി കൂടെ അപ്പിയിട്ടാലും കുഴപ്പമില്ല, മൂത്രമൊഴിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ കാലം ഉണ്ടായില്ല. ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമം. വീടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ ഉണ്ട് പറഞ്ഞാൽ എന്തായാലും ഒരാൾ സഹായമല്ലേട്ടാ. കാരണം അച്ഛൻ അതൊക്കെ ഓർത്തിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. അല്ല നമ്മൾ ഇരുന്നോ, എല്ലാവർക്കും ഓരോ സമയമുണ്ട്. ആ സമയത്ത് തിരിച്ചു പോകേണ്ട സമയത്ത് തിരിച്ചു പോകേണ്ടി വരും. അതിപ്പോൾ എല്ലാവരെയും കഥ അങ്ങനത്തെ തന്നെ. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് എന്താണെന്നറിയോ, എൻ്റെ അമ്മയൊന്നും പുറമായിട്ട് വീട് പണിസ്ഥലം ഇങ്ങനെ ഒരു പോകുമ്പോൾ അങ്ങനെ അവരെ കണ്ടു പറഞ്ഞു ഒരു സന്തോഷം ഉണ്ടാവുന്ന അതുകൊണ്ടാണ്.
അവർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലോ. അമ്മ എന്നിട്ട് ഇന്നലെ അത് പറഞ്ഞപ്പോൾ അതല്ലല്ലോ. ഒന്നും കൂടി സങ്കടമായി പറയുന്നു. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റുമോ, ഇതൊക്കെ എന്താ കാരണം എവിടെ ഇപ്പോൾ ഇതാ കൊട്ടിയൂർ പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ്, എന്താ പെട്ടെന്ന് വയ്യായ വരുമോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ ഇന്നലെ ഒരു ടെൻഷനും ഇല്ല. സതി ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അവൻ്റെ പിന്നാലെ ഇങ്ങനെ വണ്ടി പിടിച്ച് പോയാൽ മതി. മറ്റേതിപ്പോൾ നമ്മൾ വഴി എവിടേക്കൊക്കെ പോകണം, റൂട്ട് മാപ്പ് കിട്ടുമെന്നൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഒപ്പം ഒരാളുണ്ട് പറയുമ്പോൾ അത് എല്ലാത്തിലും ഒരു പകുതി ഭാരം നമ്മൾ നോക്കിയാൽ മതി. മറ്റേത് എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തം നമ്മുടെ കൊണ്ടേക്കല്ലേ. അപ്പോൾ അത് നമുക്കൊരു സമാധാനമല്ലേ. പോകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നുണ്ടാവും. എന്തെങ്കിലും അതേപോലെ പരിചയമില്ലാത്ത സ്ഥലത്തേക്കാണ് പോണത്. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ ഞങ്ങൾ അമ്മ ഇവിടെ ഉള്ള സമയത്ത് എവിടേക്ക് പോകുമ്പോഴും നമ്മൾ അമ്മേനും കൂടിയും ഇവിടുത്തെ അമ്മേനെയും പാടെ കൊണ്ടുപോട്ടോ. പക്ഷെ ആദ്യമൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ ദൂരേക്കൊന്നും പോകാൻ എന്താ വെച്ചാൽ അമ്മയുടെ വെരിക്കോസ് വെയിൻ്റെ സർജറിയും പിന്നെ ഈ BP ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം മലയ്ക്ക് പോകുമ്പോൾ വിളിച്ചാൽ മലയ്ക്ക് അമ്മയ്ക്ക് തീരെ താല്പര്യം, എത്രയോ പ്രാവശ്യം കൊണ്ടുവന്നു. പക്ഷെ അപ്പോൾ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് ഇപ്പോൾ അവരുടെ കാര്യം ഇപ്പോൾ അതല്ല. അപ്പോൾ എത്ര മൂന്ന് മലയായിട്ട് കയറി, 3 മല കയറി. അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എവിടേക്കും ഈ മലയ്ക്ക് പോകല്ലാതെ വേറെ എവിടേക്കും അമ്മ പോയിട്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതേപോലെ കൊല്ലങ്കോട് ഒരു പ്രാവശ്യം കൊണ്ടേ കാണിച്ചു അല്ലേ. കൊല്ലങ്കോട് സീതാർകുണ്ട്, അത് ആ വീഡിയോയിലുണ്ടല്ലോ. കൊല്ലങ്കോട് സീതാർകുണ്ടിക്കൊക്കെ പോയി കാണിച്ചു കൊടുത്തിട്ട് വന്നു. അപ്പോൾ ഇവിടേക്ക് പോയി. അപ്പോൾ അവർക്കൊക്കെ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. എനിക്ക് ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലേ, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിയല്ലേ അല്ലേ, അവരുടെ ചെറിയ ആഗ്രഹങ്ങളും കൂടി ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിങ്ങനെ കാണുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം എന്ത് ഭംഗിയാണിത്, എന്തൊരു രസം, എത്ര വലുതാലേ, ഒരു അത്ഭുതം പോലെ കേട്ടാ. എന്തായാലും വീഡിയോ നിർത്താം കേട്ടോ. അപ്പോൾ നാളെ കാണാം.